വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്സുകാർക്ക് യൂസ്ഫുൾ ആവുന്ന, അതായത് വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന, ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. നമ്മൾ ആ ഒരു ഓർഡറിലാണ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നത്. ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ കൂട്ടത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് പോവും. അങ്ങനെ പതിയെ പതിയെ നമ്മൾ HSA മാത്സിന് ഉപകാരപ്രദമാവുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് തന്നെയായിരിക്കും, കാരണം നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കും റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ, എനിക്കത് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാവുള്ളൂ. നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കാം, ഞാനത് നിങ്ങളുടെ വിശ്വാസ്യത അല്ലെ, നമുക്ക് PYQ ആണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് PYQ ആണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഇത് നമുക്ക് HSA മാത്സിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. A എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്, B എന്ന് പറയുന്നത് സെറ്റ് 1 2 ആണ്. എങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ ആണ്. ഓക്കെ, റിലേഷൻ ആണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റിലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. അപ്പം R is a relation from A to B ആണെങ്കിൽ R is a subset of A cross B ആയിരിക്കും. അതുകൊണ്ട് തന്നെ N of R അല്ലെങ്കിൽ number of relations എന്ന് പറയുന്നത് എന്താണ്? അതായത് A cross B യുടെ ഉപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളാണ്, സബ്സെറ്റുകളുടെ എണ്ണാണ്. അതായത് our set of A യില് എത്ര എലമെന്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് സബ്സെറ്റുകൾ എന്താണ് എന്നൊക്കെ കാണാനുള്ള വഴി എന്താണ്? N raised അല്ലെ, നമ്മൾ എന്താ ചെയ്യാം? N of A cross B കാണും അല്ലെ, N of A cross B കാണും, അത് 2 raised to ചെയ്യാം. 2 raised to N of A cross B ആണ് number of relations കാണാനുള്ള ഫോർമുല. So here N of A എന്ന് പറയുന്നത് 3 ആണ്, N of B എന്ന് പറയുന്നത് 2 ആണ്. N of A cross B എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 3 into 2 which is equal to 6. So the required number of relations equal to 2 raised to 6 which is equal to എത്രയാണ്? 64, which is our option B. Clear ആയില്ലേ? 64 ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻസ് ആണ് A equal to 1 2 3 എന്ന സെറ്റിൽ നിന്നും B equal to 1 2 എന്ന സെറ്റിലേക്ക് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് സെറ്റ് എക്സാം ഉൾപ്പെടെ HSST, സെറ്റ് HSA പോലുള്ള എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ 8 അംഗങ്ങളുള്ള എത്ര ഉപഗണങ്ങൾ ഉണ്ടാവും? ഇപ്പൊ നിങ്ങൾ നോക്കുക, അംഗങ്ങളുള്ള ഒരു ഗണമാണ്, അതായത് N of A എന്ന് പറയുന്നതാണ് 10. ആക്ച്വലി ആ ഉപഗണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? N of power set of A ആണ് അല്ലെ. അതിൽ എത്ര എണ്ണം ഉണ്ടാവും? 2 raised to 10 ഉണ്ട്. ഈ 2 raised to 10 10 അംഗങ്ങളുള്ള ഒരു ഗണം ഉണ്ടാവും അല്ലെ, അതായത് ആ സെറ്റ് തന്നെ സബ്സെറ്റ് ആണ്. പിന്നെ എന്തുണ്ടാവാം? നൾ സെറ്റ് ഉണ്ടാവാം, ഒരു നമ്പർ, അതായത് സിംഗിൾട്ടൺ സെറ്റ്, ഏകാംഗ ഗണങ്ങൾ ഉപഗണങ്ങളായിട്ടുള്ള സെറ്റ് ഉണ്ടാവാം, അങ്ങനെ 10 ഉണ്ടാവാം. ഇനി 2 എലമെന്റ്സ് ഉള്ളത് ഉണ്ടാവാം, 3 എലമെന്റ്സ് ഉള്ളതുണ്ടാവാം, അങ്ങനെ 9 എലമെന്റ്സ് വരെ ഉണ്ടാവാം. സോ 10 അംഗങ്ങളുള്ള ഗണത്തിൽ 8 അംഗങ്ങൾ മാത്രമുള്ള എത്ര ഗണങ്ങൾ എന്ന് ചോദിച്ചാൽ ഇവിടെ സെറ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ആര് വരണം? കോമ്പിനേഷൻ അല്ലേ, കോമ്പിനേഷൻ എന്നുള്ള ഒരു ടോപ്പിക് കൂടി വരും. ഓക്കെ, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അല്ലെ, തിരഞ്ഞെടുക്കലുകൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പഠിക്കുന്നില്ലേ, ആ ഭാഗമാണ് വരേണ്ടത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോ 10ൽ നിന്നും എത്ര എണ്ണം എടുക്കണം? 8 എണ്ണം എടുക്കണം. അപ്പൊ എത്രയാ വരിക? 10 factorial by 8 factorial into 2 factorial. That is 10 into 9 into 8 factorial by 8 factorial into 2. 8 factorial 8 factorial cancel. 2 10 5 times which is equal to 45. That is second question answer ഏതാണ്? 45, option D. ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ D ആണ്. ഓക്കെ, അപ്പം
10CR എന്ന് പറഞ്ഞാൽ എന്താ? അതായത് NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. ബട്ട് NPR എന്ന് വെച്ചാൽ എന്താ? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് മാത്രം. മാറിപ്പോകരുത്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇതും ഒരു ഈ റീസെന്റ് ആയിട്ട് നടന്ന NCA നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന ഓൺലൈൻ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52 കണ്ടോ? ഓൺലൈൻ എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ക്ലോസ്ഡ് ഗണം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലോസ്ഡ് അല്ലാത്ത ഗണം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് സ്റ്റേറ്റ്മെന്റ് മോഡൽ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താ, കാരണം ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടതാ. നമുക്ക് എന്ത് കൊടുക്കാം? A and C കൊടുക്കാം, A and B കൊടുക്കാം, B and C കൊടുക്കാം. ഇവയൊന്നും അല്ല എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. എന്തായിരിക്കും? നോക്കിയേ, ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് ഗണം. അതായത് ഏതൊരു ഗണത്തെയും ഏതൊരു സെറ്റിനെയും നമുക്ക് ഇന്റർവെൽ ആയിട്ടൊക്കെ ഡിനോട്ട് ചെയ്യാം. ഇപ്പം R എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പർ ലൈനിൽ മാർക്ക് ചെയ്താൽ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ശരിയല്ലേ? അതിനെ ഒരു എന്താണ്, ലെഫ്റ്റിലോട്ട് പോകുമ്പോഴോ റൈറ്റിലോട്ട് പോകുമ്പോഴോ ഒരു എൻഡ് പോയിന്റ് കാണാൻ പറ്റില്ല. അതൊരു ഓപ്പൺ സെറ്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ ക്ലോസ്ഡ് ഗണം അല്ലാത്തത് നോക്കിക്കേ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് 1 തൊട്ട് തുടങ്ങുന്നുണ്ട്, 1 2 3 അങ്ങനെ പോവാണ്. ഇത് ആക്ച്വലി ഇൻഫൈനൈറ്റ് ഗണം അല്ലേ? ഇത് ക്ലോസ്ഡ് ആണ്, കാരണം 1 to 100 എന്നുള്ളത് തന്നിരിക്കുന്നത്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ P by Q where Q not equal to 0 and P and Q belongs to Z. ഇതാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ശൂന്യഗണം എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. ഇതിൽ ആക്ച്വലി എയും സിയും നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് അല്ല എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലോസ്ഡ് അല്ല എന്ന് പറയാൻ സാധിക്കുന്നത് രണ്ടുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈയിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അതായത് HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലല്ല, പക്ഷെ നമുക്ക് HSAക്ക് ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ വരാവുന്ന സമാന ബന്ധങ്ങൾ. സമാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. ഇക്വലൻസ് റിലേഷന്റെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇക്വലൻസ് റിലേഷൻ ആവാനുള്ള കാരണം എന്താണ്? പ്രതിസമമായിരിക്കണം, പിന്നെന്താണ്? സമമിതമായിരിക്കണം, പിന്നെ സാംക്രമികത പാലിക്കണം അല്ലെ? അതായത് റിഫ്ലക്സീവ് ആയിരിക്കണം, പിന്നെ സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയുന്നു? ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ സമാന ബന്ധമാണ് എന്ന് പറയുന്നു. ഇത് 4 അംഗങ്ങളുള്ള ഒരു ഗണത്തിൽ വരാവുന്ന സമാന ബന്ധങ്ങളുടെ എണ്ണം. ഇതിന് ഞാനൊരു ടേബിൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് നെറ്റ് ലെവലിലുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാ? അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് 1 ആണെന്ന് വിചാരിക്കാം. ഒരു അംഗം മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്പർ ഓഫ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒന്നിനെ ഇങ്ങനെ തന്നെ എഴുതുക, ഈ ഒന്നും കൂടി കൂട്ടിയിട്ട് 2 എഴുതുക. ഈ എൻഡിൽ വരുന്ന എലമെന്റ് അല്ലെങ്കിൽ നമ്പർ ആണ് നമ്പർ ഓഫ് ഇക്വലൻസ് റിലേഷൻ. അപ്പൊ 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 എണ്ണം വരും. ഇനി 3 ആകുമ്പോ എന്ത് ചെയ്യും? നോക്കുക, 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. ഇവിടെ ഒന്നും അല്ല ആഡ് ചെയ്ത്, ഇവിടെ സോറി, ഇവിടെ 1ഉം കൂടി ആഡ് ചെയ്തു 2 എഴുതി, പിന്നെ 1ഉം 2ഉം കൂടി എഴുതി 3 എഴുതി, പിന്നെ എങ്ങനെ എന്ത് ചെയ്യണം? 3ഉം 2ഉം കൂടി എഴുതി 5 എഴുതി. അപ്പൊ 5 വന്നു. ഇനി അടുത്തത് 4 എലമെന്റ്സ് ആവുമ്പോ നമ്മൾ എന്താണെന്നറിയോ ചെയ്യാ? 2ഉം 3ഉം കൂടി കൂട്ടിയാൽ 5 എഴുതുന്നു. എഗെയിൻ 5ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്ര? 5ഉം 2ഉം കൂടി എഴുതിയ 7, പിന്നെ 7ഉം 3ഉം 10, 10ഉം 5ഉം 15. ഒന്നുകൂടി ഞാൻ പറയാം, കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഒരു എലമെന്റ് മാത്രമാണെങ്കിൽ അതിന് നമ്പർ ഓഫ് ഇക്വലൻസ് റിലേഷൻ 1 തന്നെയാണ്. 2 ആണെങ്കിൽ 1ഉം 1ഉം 2 എഴുതി. ഓക്കെ, ഇനി 3 ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ 2നെ അങ്ങനെ എഴുതുക, ഈ 2നെ ഇങ്ങനെ എഴുതി, പിന്നെ 2ഉം 1ഉം 3, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് 3 എഴുതി, പിന്നെ 3ഉം 2ഉം 5 എഴുതി. ഇനി ഇവിടെ ആവുമ്പോ എന്ത് ചെയ്യാ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതി 5 എഴുതി. 5ഉം 2ഉം 7 എഴുതി, 7ഉം 3ഉം 10 എഴുതി, 10ഉം 5ഉം 15 എഴുതി. അപ്പൊ 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഇക്വലൻസ് റിലേഷൻസിന്റെ എണ്ണം എത്രയാണ്? 15 ആണ്. ക്ലിയർ ആയോ? 15 ഇക്വലൻസ് റിലേഷൻ ആണ് നമുക്ക് ഉണ്ടാവുക.
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരാട്ടോ. കാരണം സ്റ്റാൻഡേർഡ് കൂടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ റയർ ആണ്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലൊന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷുവർ ആയിട്ടും ഈ വീഡിയോ ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് again ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. R എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x + 3y = 6 ആണ്. R ന്റെ മണ്ഡലം എവിടെയാണ്? മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമെയിൻ എന്താണ്? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് n-ലാണ്, അതായത് എണ്ണൽ സംഖ്യയിലാണ്. അപ്പൊ അതിന്റെ മണ്ഡലം എന്തായിരിക്കും? x ന് കൊടുക്കാവുന്ന വാല്യൂ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം, x + 3y = 6 ആണ് അല്ലെ? അപ്പം x ന് എന്ത് കൊടുത്താലും ഇവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? 6 - x ആവും അല്ലെ? 3y = 6 - x ആവും. y = 6 - x/3 ആവും. ഈ എലമെന്റ് എന്താവണം? അത് നാച്ചുറൽ നമ്പർ ആയിട്ട് വരണം. ഫ്രാക്ഷൻ വരരുത്. അതൊരു നാച്ചുറൽ നമ്പർ ആയിട്ട് വരണം. അപ്പം നമുക്ക് വന്നത് എന്താണ്? y = 6 - x/3 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ x 1 ഇട്ട് കൊടുത്താൽ 5/3 വരും. അത് നാച്ചുറൽ നമ്പർ അല്ല. ഫസ്റ്റ് ഓപ്ഷൻ പറ്റില്ല. ഈ 1 ഉള്ളതുകൊണ്ട് ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ഇനിയുള്ളത് ആകെ ഓപ്ഷൻ D ആണ്. അതായിരിക്കും ആൻസർ. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. x ന് 3 ഇട്ട് കൊടുത്തേ. x ന് 3 ഇടുമ്പം 6 - 3 / 3 which is equal to 3, which belongs to capital N, which is n natural numbers അല്ലെ? അപ്പം ഈ ഒരു കണ്ടീഷൻ നാച്ചുറൽ നമ്പർ ഡിഫൈൻ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ എവിടെ വരണം? ആൻസർ നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ഓപ്ഷൻ D ആണ്. ക്ലിയർ ആയല്ലോ? ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. f from R to R എന്ന് നിർവചിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? f of x = 3 - 4x. ഇത് ഷുവർ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. HSA അതുപോലെ തന്നെ ഇപ്പൊ കേട്ടറ്റിന് ഇടയ്ക്ക് വരാറുണ്ട്. കേട്ടറ്റിന് ഇല്ലെങ്കിൽ പോലും HSST-ക്കും സെറ്റ് എക്സാമിനും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നത് 1-1 ആണോ, on 2 ആണോ, ബൈജക്റ്റീവ് ആണോ എന്നുള്ളത്. 1-1 ആണെങ്കിൽ എന്താ ചെയ്യുക? f of x1, 1-1 എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് ഏകതം എന്നാണ് പറയുക. f of x2 ഇക്വേറ്റ് ചെയ്താൽ അത് x1 = x2 എന്ന് നമുക്ക് കിട്ടണം. സോ 3 - 4x1 = 3 - 4x2 എന്ന് വന്നു. 3 cancel ആയി. That equal to -4x1 = -4x2, which implies x1 = x2. That is the given function is 1-1, which is അതായത് 1-1 or ഒന്നിനൊന്ന് ഏകതമാണ്. Okay. ഇനി അടുത്തത് എന്താ? on 2 ആണ്. on 2 ആണെങ്കിൽ എന്ത് ചെയ്യാം? y = 3 - 4x ചെയ്യുന്നു. y നോക്കിക്കേ, 4x = 3 - y, x = 3 - y/4. ഈ x എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിൽ ആയതുകൊണ്ട് തന്നെ 3 ൽ നിന്ന് ഏതൊരു റിയൽ നമ്പർ മൈനസ് ചെയ്താലും അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഫ്രാക്ഷൻ വന്നോട്ടെ, ഡെസിമൽ വന്നോട്ടെ, എന്ത് വന്നാലും അത് എന്താണ്? റിയൽ നമ്പർ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അല്ലേ? പക്ഷെ ഇതൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമുക്കത് എപ്പോഴും പറയാൻ പറ്റില്ല. ഇതൊരു നാച്ചുറൽ നമ്പർ തന്നെ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റിയൽ നമ്പറിലായതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ് അതായത് എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ കാരണം? അത് റിയൽ നമ്പറിൽ ഡിഫൈൻ ചെയ്തോണ്ടാണ്. നാച്ചുറൽ നമ്പറിലാണെങ്കിൽ നമുക്കത് പറ്റില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു എക്സ് ഏതൊരു വൈക്കും കണ്ടുപിടിക്കാം എന്നത് കൊണ്ട് തന്നെ എന്താണ്? കോഡൊമൈനിലുള്ള സഹമണ്ഡലത്തിലുള്ള എല്ലാ എലമെന്റ്സിനും ഒരു പ്രതിലോമം, അതായത് ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. എവിടെ? എക്സിൽ, അതായത് എന്താണ്? മണ്ഡലത്തിൽ, അതായത് റിയൽ നമ്പേഴ്സിൽ തന്നെ ഒരു പ്രീ ഇമേജ് കാണാൻ പറ്റും. അങ്ങനെ പ്രീ ഇമേജ് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? on 2 എന്നാ പറയും. എന്താ പറയാ? on 2. That is 1-1 ഉം on 2 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ബൈജക്റ്റീവ് എന്ന് പറയും, which is our option A. ക്ലിയർ ആയല്ലോ? അതാണ് ബൈജക്റ്റീവ് എന്നതാണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയ മൊഡ്യൂൾ 1-നകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇതിന്റെ കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുക. താങ്ക് യു.